ഹോം സ്റ്റേ നടത്തുന്നതിന് ലൈസൻസ് പുതുക്കി നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ അറസ്റ്റിൽ. ആഴിമല ക്ഷേത്രത്തിന് സമീപം ഹോം സ്റ്റേ നടത്തുന്ന സുരേഷിൽ നിന്ന് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് കോട്ടുകൽ ഗ്രാമപഞ്ചായത്തിലെ ക്ലർക്ക് ശ്രീകുമാറാണ് 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സുരേഷ് വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. മാനുവലായിട്ട് കൊടുക്കാം, മറ്റായിട്ട് അത് സിസ്റ്റത്തിൽ എൻട്രി ഉണ്ടാകും, സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് മാനുവലായിട്ട് ഇതെല്ലാം ചെയ്യും. പക്ഷെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ അതല്ല, എല്ലാവരും 4 പേര് കണ്ടുവരും. ഞാൻ ഈ വാർഡിൻ്റെ ചുമതലയുള്ള കർത്തവ്യൊരു പെണ്ണ്, അവള് സൂപ്രണ്ട്, സെക്രട്ടറി എല്ലാം കൂടെ എത്തുമ്പോൾ ഒരു ഇതാവും. അതിനിടയ്ക്ക് എന്തെങ്കിലും ചുവപ്പിൻ്റെ മാർക്ക് ഇൻഡിവിജ്വൽ ഇട്ട് പോയാൽ പിന്നെ ഇത് പ്രോസസ്സ് ആകാൻ പറ്റില്ല. അതിൻ്റെ 31-ാം തീയതി കിട്ടിയ അപേക്ഷ എല്ലാവരും അതിന് നാളെ മറ്റന്നാൾ കൂടെ തീർക്കണം. ടാക്സ് ഒക്കെ എത്ര ടാക്സ് നോക്കണം, കേട്ടോ, നോക്കണം. എനിക്ക് 25 കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് സാർ പറയൂ. 10 എന്തെങ്കിലും ചെറിയ രീതിയിലൊന്ന് പറ സാറേ. കാരണം നമ്മൾ ടാക്സ് കോടതി എല്ലാം ചെയ്തിട്ട് അത് നമ്മൾ ഇതെന്തെല്ലാം അടച്ചേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഈ എടുത്ത് 2 വരി എഴുതാൻ കാര്യമൊന്നുമില്ല. വയലൊക്കെ എഴുതി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തുറന്ന് പറയണം. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതെല്ലാം ശരിയാക്കി തരുമ്പോൾ ഞാൻ ഇന്നത് തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും, ഞാൻ പ്രതീക്ഷിക്കും ഇന്നത് കൊടുത്താൽ മതിയായിരുന്നു ഞാനും പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ സാറിന് ഒന്നെങ്കിൽ എൻ്റെ അടുത്തൊരു മുഷിച്ചിലാവും, അല്ലെങ്കിൽ എനിക്ക് സാറിനോടൊരു അമർഷം ഉണ്ടാവും. മറ്റേ നേരത്തെ സംസാരിച്ചിട്ടേക്കാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. നാളെ ഒന്ന് സാറിന് നമുക്ക് കാണാം. എന്തെങ്കിലും സാറും കൂടെ സംസാരിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫയൽ എഴുതാൻ വേണ്ടിയിട്ടാണ്, എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആഴിമല അമ്പലത്തിനടുത്ത് എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, 3 നില ബിൽഡിംഗ്. അപ്പോൾ അവിടെ ലൈസൻസ് 2019 ഹോം സ്റ്റേ നടത്തുന്നതിലേക്ക് വേണ്ടി ലൈസൻസ് ഈ പഞ്ചായത്തിന് തന്നിട്ടുള്ളതാണ്. പക്ഷേ വീണ്ടും കൊറോണ കാരണം അതെനിക്ക് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. തുടങ്ങാൻ പറ്റാത്ത കാരണം ഇപ്പം കോവിഡിൻ്റെ കുറച്ച് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചു. പിന്നെ കെട്ടിടത്തിന് ടാക്സും മറ്റു കാര്യങ്ങളെല്ലാം അടച്ചു. ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നോക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ഉദ്യോഗസ്ഥൻ നോക്കിയ സമയത്ത് ഉദ്യോഗസ്ഥൻ 25,000 രൂപ എനിക്ക് ലൈസൻസ് പുതുക്കി തരണമെങ്കിൽ കൈക്കൂലിയ 25,000 രൂപ എന്നോട് ആവശ്യപ്പെട്ടു. എടുത്തതനുസരിച്ച് ഞാനത് വിജിലൻസിലും മറ്റു കാര്യങ്ങളും അറിയിച്ചുകൊണ്ട് വിജിലൻസിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങി അയാളിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു.